കഴിഞ്ഞ 4 വർഷം കൊണ്ട് 15,851 കോടിയോളം രൂപ കേരളത്തിലെ 14 ജില്ലകളിലെ 941 പഞ്ചായത്തുകളിലെ 15 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങൾക്ക് ലഭിച്ചു. 15,851 കോടിയോളം രൂപയാണ് കേരളത്തിലെ സാധാരണക്കാരായ 15 ലക്ഷത്തോളം കുടുംബങ്ങളിൽ എത്തിയിരിക്കുന്നത്. കേരളത്തിലെ സാധാരണക്കാരായ ഗ്രാമീണ ജനങ്ങളുടെ കൈകളിലെത്തുന്ന ഈ പണം ഗ്രാമീണ ജീവിതങ്ങളെ സജീവമാക്കുന്നു, കുടുംബങ്ങളിൽ ആഹ്ലാദം നിറയ്ക്കുന്നു. എന്നാൽ ഈ 15 ലക്ഷത്തോളം വരുന്ന കുടുംബങ്ങളിൽ വെറും 5 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമേ അർഹതപ്പെട്ട മുഴുവൻ തുകയും ലഭിക്കുന്നുള്ളൂ. എവിടെ നിന്നാണ് ഈ പണം ലഭിക്കുന്നത് എന്ന് ഞാൻ പറയുമ്പോൾ ഒരുപക്ഷെ നിങ്ങൾ മുഖം ചൊളിച്ചിരിക്കും. നമ്മുടെ ഗ്രാമീണ ജീവിതങ്ങളെ സജീവമാക്കുന്ന, മനോഹരമാക്കുന്ന ഈ പദ്ധതിയുടെ പേരാണ്, അത് മറ്റൊന്നുമല്ല, നമ്മുടെ തൊഴിലുറപ്പ് പദ്ധതിയാണ്. തൊഴിലുറപ്പ് പദ്ധതിയെക്കുറിച്ച് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാൽ ഞാൻ ഈ പറഞ്ഞ വസ്തുതകൾ, വിവരങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണമെന്നില്ല. കഴിഞ്ഞ 4 വർഷത്തെ കണക്കാണ് ഞാൻ ഈ പറഞ്ഞത്. ഒരു വർഷം ഏതാണ്ട് 4,000-ഓളം കോടി രൂപയാണ് കേരളത്തിലെ ഗ്രാമീണ ജീവിതങ്ങളിലേക്ക് എത്തപ്പെടുന്നത്. തൊഴിലുറപ്പ് പദ്ധതിയിൽ ജോലി ചെയ്യുന്ന ഏതാണ്ട് 5 ലക്ഷം കുടുംബങ്ങൾക്ക് മാത്രമേ ഓരോ വർഷവും 100 തൊഴിൽ ദിനങ്ങൾ പൂർത്തിയാക്കുവാൻ സാധിക്കുന്നുള്ളൂ. ബാക്കിയുള്ളവർക്ക് എന്തുകൊണ്ട് അങ്ങനെ സാധിക്കുന്നില്ല, അതേപ്പറ്റി വിശദമായി പിന്നീട് പറയാം. ഞാൻ ഇപ്പോൾ പറയാൻ ഉദ്ദേശിക്കുന്നത്, തൊഴിലുറപ്പ് പദ്ധതിയുടെ വിവരങ്ങളെല്ലാം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ അതിന് നിങ്ങളെ സഹായിക്കുന്ന ഒരു മൊബൈൽ ആപ്ലിക്കേഷൻ ഉണ്ട്. മൊബൈലിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ തൊഴിൽ ഉറപ്പ് പദ്ധതിയുമായി ബന്ധപ്പെട്ട വിവരങ്ങളെല്ലാം തന്നെ ലഭ്യമാകും. ആ ആപ്ലിക്കേഷന്റെ പേരാണ് ജന്മരേഖ. നിങ്ങൾ ഇതേക്കുറിച്ച് കേട്ടിട്ടുണ്ടാവും. ജന്മരേഖയെ നമുക്കൊന്ന് പരിചയപ്പെടാം. ഈ ആപ്പാണ് ജന്മരേഖ. ജന്മ NREGA എന്നും പറയാം. ജന്മരേഖ. ഈ ആപ്പിൽ നമുക്ക് ലാംഗ്വേജ്, ഭാഷ മാറ്റാം. അത് ചേഞ്ച് ലാംഗ്വേജ് താഴത്തെ ഏറ്റവും താഴെയുള്ള ഒരു ടാബിൽ ടച്ച് ചെയ്യുക. അപ്പോൾ അവിടെ നമുക്ക് മലയാളമാക്കി മാറ്റാം. മലയാളമായി കഴിഞ്ഞാൽ നമുക്ക് കുറച്ചുകൂടെ എളുപ്പമുണ്ടെന്ന് തോന്നുന്നു. ഇവിടെ ഉണ്ട് തൊഴിലാളികളുടെ ഹാജർ, പേയ്മെന്റ് വിവരങ്ങൾ. നിങ്ങളുടെ ഹാജർ സംബന്ധിച്ച്, നിങ്ങളുടെ പേയ്മെന്റ് വിവരങ്ങൾ സംബന്ധിച്ച് നമുക്ക് ഇതിൽ ടച്ച് ചെയ്താൽ മതി. അതിനുശേഷം നമ്മുടെ ജോബ് കാർഡ് നമ്പർ ഉൾപ്പെടെ സംസ്ഥാന നൽകുക. അപ്പം നമുക്കത് അറിയാൻ സാധിക്കും. നമുക്ക് തിരിച്ചു പോകാനെ കൊണ്ട് വീട്, ജന്മരേഖ, മുകളിലെ 3 വര കാണാമല്ലോ, മുകൾ ഭാഗത്തെ 3 വരയിൽ ടച്ച് ചെയ്യുക. അന്നേരം വീടെന്ന് വരും. അവിടെ തിരിച്ചു നോക്കുക. ഹോമിലോട്ട് തന്നെ പോകാം. സമീപത്തുള്ള സ്വത്തുക്കൾ, ആസ്തികൾ തിരയുക, പ്രതികരണം നൽകുക, അനുവദനീയമായ പ്രവൃത്തികൾ തുടങ്ങിയ കാര്യങ്ങളോട് അടുത്തുണ്ട്. നമുക്ക് സമീപത്തുള്ള സ്വത്തുക്കൾ എന്ന് പറയുന്നത് നമ്മൾ ടച്ച് ചെയ്ത് നോക്കുക. നമ്മൾ നിൽക്കുന്ന സ്ഥലത്തിന് അടുത്ത് ഇവിടെ കൊടുത്തിട്ടുണ്ട് 20 മീറ്റർ ചുറ്റളവിൽ. 20 മീറ്റർ ചുറ്റളവിൽ എന്തൊക്കെ സ്ഥാപനങ്ങൾ ഉണ്ടെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അത് 50 മീറ്റർ ആക്കിയാൽ അതിൽ കൂടുതൽ കാണാൻ സാധിക്കും. ഞാൻ നിൽക്കുന്ന സ്ഥലത്തെ ഡീറ്റെയിൽസ് വിവരങ്ങളാണ് കാണിക്കുന്നത്. നിങ്ങൾ കേരളത്തിൽ എവിടെ പോയാലും, ഇന്ത്യയിൽ എവിടെ പോയാലും ഇങ്ങനെ ഇത് കൊടുത്താൽ അതിൽ മാപ്പ് ചെയ്തിട്ടുള്ള, അതായത് ഇതെന്ന് പറയാൻ നമുക്കപ്പോൾ അറിയാമല്ലോ, ഗൂഗിൾ മാപ്പിൽ ഈ സംഭവങ്ങളെല്ലാം ആഡായിട്ടുണ്ടാവും. അത് നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ നിൽക്കുന്നതിന് ഇത്ര മീറ്റർ ചുറ്റളവിൽ എന്തൊക്കെ സ്ഥാപനങ്ങളുണ്ടോ അതിൻ്റെ എല്ലാം പേര് വരും നമുക്ക് കാണാൻ സാധിക്കും. നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് പോകുന്നു. പിന്നെ ആസ്തികൾ തിരയുക. ആസ്തികൾ എന്ന് പറയുന്നത് തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികളാണ്. നമുക്ക് സംസ്ഥാനം, കേരളം തിരഞ്ഞെടുക്കാം. ബ്ലോക്ക്, ജില്ല, ഞാനിപ്പോൾ ഉണ്ട്, കണ്ണൂർ തിരഞ്ഞെടുക്കാം. ജസ്റ്റ് തിരഞ്ഞെടുത്താൽ മതി. എടക്കാട് ഉണ്ടോ, പഞ്ചായത്ത് തിരഞ്ഞെടുക്കുക. അപ്പോൾ അവിടുത്തെ ആസ്തി ഭാഗം എന്ന് പറയുമ്പോൾ അംഗൻവാടി, ഡോട്ട് പ്രൂഫിങ്, തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട പ്രവൃത്തികൾ നിങ്ങൾക്കറിയാം. ലാൻഡ് ഡെവലപ്മെന്റ്, റൂറൽ കണക്ടിവിറ്റി. ഇപ്പം ഞാൻ ലാൻഡ് ഡെവലപ്മെന്റ് എടുത്തു. എല്ലാം സമർപ്പിക്കുക എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ആ പഞ്ചായത്തിൽ എവിടെയൊക്കെ ആസ്തികളുണ്ടോ അതെല്ലാം എനിക്കിങ്ങനെ കാണുവാൻ സാധിക്കും. ഇത് മാപ്പ് രൂപത്തിലാണ് കാണുന്നത്. അത് വളരെ രസകരമാണിത്. നമുക്കൊന്ന് പരീക്ഷിച്ച് നോക്കാം. വീണ്ടും ഹോമിലേക്ക് പോയി. പിന്നെ പ്രതികരണം നൽകുക, അനുവദനീയ പ്രവൃത്തികൾ എന്നുള്ളതെല്ലാം. പ്രതികരണം നമുക്ക് ഇതുമായിട്ട് ബന്ധപ്പെട്ട പരാതികളും പ്രശ്നങ്ങളും ഒക്കെ ഉണ്ടെങ്കിൽ അത് കൊടുക്കാൻ സാധിക്കും. മറ്റേത് അനുവദനീയമായ പ്രവൃത്തികളാണ്. അത് തൊഴിലുറപ്പിലുള്ള ആൾക്കാർക്ക് അറിയാം.
ഏതൊക്കെ പ്രവൃത്തികളാണ് നമുക്ക് ചെയ്യാൻ സാധിക്കുക എന്നുള്ളതിനെക്കുറിച്ചൊരു അറിവ് ലഭിക്കും. ഇത്രയുമാണ് നമുക്ക് അറിയാനുള്ളത്. ഈ ആപ്പിൽ നമുക്ക് തന്നിട്ടുള്ളത്. ഇത് വളരെ തൊഴിലാളികൾക്കും തൊഴിലുറപ്പുമായിട്ട് ബന്ധപ്പെട്ട ആൾക്കാർക്കും തൊഴിലുറപ്പിൻ്റെ ഗുണഭോക്താക്കൾക്കും വളരെയധികം ഉപകാരം ചെയ്യുന്ന ഒരു ആപ്പാണ് ഇത്. തൊഴിലുറപ്പ് തൊഴിലാളികൾ എല്ലാവരും തന്നെ അവരുടെ മൊബൈലിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ട് ഉപയോഗിച്ച് നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയമുണ്ടെങ്കിൽ ഇതുമായിട്ട് കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തിയാൽ മതി.